നമുക്കിന്ന് മലയാളികൾ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയാ, ചില ആളുകൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാറുണ്ട്, ചില ആളുകൾ ലഞ്ചിന് കഴിക്കാറുണ്ട്, വൈകുന്നേരം സ്നാക്ക് ആയിട്ട് കഴിക്കാറുണ്ട്, ഡിന്നർ കഴിക്കാറുണ്ട്. എപ്പോൾ കൂടുതലും മലയാളികൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു പലഹാരം നമ്മുടെ സ്വന്തം പൊറോട്ട. പൊറോട്ട ഉണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ പൊറോട്ട? പൊറോട്ട പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇഷ്ടമല്ലാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല, അത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിപ്പോ പൊറോട്ട ഉണ്ടാക്കുന്ന ദിവസം പൊറോട്ട ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ ചേട്ടന്മാർക്കൊക്കെ ജോലി ഇല്ലാത്ത സൺഡേ ഒക്കെ പ്ലാൻ ചെയ്യാം കേട്ടോ. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി കുഴയ്ക്കാനൊക്കെ അവര് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കുറച്ച് ഹാർഡ് വർക്കാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ സ്നേഹത്തോടെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ പൊറോട്ടയിൽ ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ്, അതുപോലെ തന്നെ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ പൊറോട്ട പെർഫെക്റ്റ് ആവുള്ളൂ. നല്ല ലെയറുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയേ വരുള്ളൂ. ഇല്ലെങ്കിൽ പൊറോട്ടയാവും, പക്ഷെ അത് കറക്റ്റ് ആവണമെന്നില്ല. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പൊറോട്ട ആക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് വെള്ളത്തിന്റെ അളവ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക, അതിനുശേഷം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ കുഴച്ച് വെച്ചിട്ട് വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പൊറോട്ട വീഡിയോ 2 പ്രാവശ്യമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ആദ്യം ഷൂട്ട് ചെയ്തു, അതിന്റെ പകുതി പോർഷൻ ഡിലീറ്റ് ആയിപ്പോയി. അപ്പൊ 2 പോർഷനായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ആ ഒരു പോർഷൻ ഡിലീറ്റ് ആയി പോയത് അറിയുന്നത്. അപ്പൊ അതിനുവേണ്ടി വീണ്ടും ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ എന്തായാലും എല്ലാവരും ഈ ഒരു നമ്മുടെ നാടൻ കേരള പൊറോട്ട ഉണ്ടാക്കി കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും മറ്റുള്ള കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നമ്മുടെ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ പൊറോട്ട ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് പാം ഓയിലാണ് സാധാരണ ഹോട്ടലുകളിൽ പൊറോട്ട ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പാം ഓയിൽ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് പഞ്ചസാര, 1 മുട്ട എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് പാല്, 1/2 കപ്പ് വെള്ളം, പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് വേണം. അപ്പോൾ പാല് സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുക്കുന്നതെങ്കിൽ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണെന്നുണ്ടെങ്കിൽ ഇളം ചൂട് പാല് ചേർക്കുക. അപ്പോൾ പാലോ വെള്ളമോ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഇളം ചൂട് മതി, രണ്ടിനും ഒരുപോലെ ചൂട് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുഴയ്ക്കാൻ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ കുഴയ്ക്കാൻ എടുക്കുക. അപ്പോൾ നമ്മൾ പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കാനായിട്ട് കുറച്ച് വലിയൊരു ഉരുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര, ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പൊറോട്ടയ്ക്ക് ചെറിയ മധുരം ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ആ ഒരു ബ്രൗൺ ഷെയ്ഡും വരണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പാല്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പൊറോട്ടയ്ക്ക് ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുമ്പോൾ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഉപ്പ് ചേർക്കാൻ പറ്റില്ല. ഇതിലേക്ക് നമുക്ക് 1 മുട്ട ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ പകുതി ഇപ്പോൾ ചേർക്കുക, ബാക്കി പകുതി പിന്നീട് ചേർക്കാം. വെള്ളം നമ്മൾ ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല, ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പൊറോട്ട ഒട്ടും പെർഫെക്റ്റ് ആവില്ല. പൊറോട്ടയുടെ മാവ് പിന്നെ നമുക്ക് വെറുതെ കളയാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വെള്ളത്തിന്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പൊടി കുഴക്കില്ലേ, അതിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് കുഴച്ചെടുക്കുക. ഇതിലേക്ക് ഇനിയും വെള്ളം ചേർക്കണം, അതുപോലെ തന്നെ ഇടയ്ക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി ഞാൻ വെള്ളം ചേർക്കാൻ പോവാണ്. അപ്പോൾ ഈ പൊടി കുഴയ്ക്കുക എന്നുള്ള പരിപാടിയൊക്കെ നമ്മളെ വീട്ടിൽ ഭർത്താക്കന്മാരെ കൊണ്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, ഒന്ന് ചെയ്തു തരൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു തരുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അത്രയും ഹാർഡ് വർക്ക് ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഈ പൊടി കുഴയ്ക്കലാണ് പൊറോട്ടയിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി. ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഈ ഒരു പാകമാകുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ഇതിലേക്ക് പാം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സാധാരണ ഹോട്ടലുകളിൽ പാം ഓയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ പാം ഓയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റ് തോന്നിയില്ല പൊറോട്ടയ്ക്ക്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പാം ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒട്ടിത്തുടങ്ങി. ഇനി നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്താലേ കറക്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ പൊറോട്ടയുടെ മാവ് പകുതി കുഴച്ചിട്ട് ഞാനിപ്പോൾ കൈ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവാം. അധികം വേണ്ട, കുറച്ച് മതി.
കയ്യിൽ നന്നായിട്ട് എണ്ണയായി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കുഴയ്ക്കുക. ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൂസ് എത്തിയിട്ടുണ്ട്. കിച്ചൂസ് എനിക്ക് പൊറോട്ടയുടെ പൊടി കുഴച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കിച്ചൂസും ഞാനും കൂടി പൊടി കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കട്ടെ. ഇതുപോലെ നന്നായിട്ട് ബലത്തിൽ കുഴക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, വീട്ടിൽ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് കുഴപ്പിക്കുക. അപ്പോൾ കയ്യിൽ ഒട്ടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ നമ്മൾ കയ്യിൽ വീണ്ടും തടവുക, അതിന് ശേഷം കുഴയ്ക്കുക. നമ്മുടെ പൊറോട്ടയുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു ബോളാക്കി വയ്ക്കാം. നമ്മളിങ്ങനെ തൊട്ട് നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, വളരെ സോഫ്റ്റാണ്. ഇതുപോലെ സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതിന് അടച്ചു വയ്ക്കാൻ പോവാണ്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ കുറച്ച് എണ്ണ വീണ്ടും മുകളിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ മുകളിലേക്ക് ഒരു നനച്ചു പിഴിഞ്ഞ തോർത്താണ് ഇപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ ഇടുക. അതിനുശേഷം നമ്മൾ ഈ പാത്രം അടച്ചു വയ്ക്കുക. ഇതിനി ഒരു മണിക്കൂർ, മിനിമം 1 മണിക്കൂർ വയ്ക്കുക. 1 മണിക്കൂറിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, 2 മണിക്കൂർ വരെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ ഇതുപോലെ അടച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് ബോൾസ് റെഡിയാക്കാം. ഇപ്പോൾ നമ്മൾ പൊറോട്ടയുടെ മാവ് കുഴച്ച് വെച്ചിട്ട് 1.5 മണിക്കൂറായി. ഇപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ മാവ് നമുക്ക് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ മാവ് നമ്മൾ വീണ്ടും കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 കൈയിലും ഒന്ന് എണ്ണ തടവുക. നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ 6 പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബോള് 2 ആക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ഹാഫ് ബോൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിങ്ങനെ ഉള്ളിലേക്ക് കുഴച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ പിടിക്കുക, എന്നിട്ട് ഉള്ളിലേക്ക് കുഴച്ച് കൊടുക്കുക. ഞാനിപ്പോൾ പതുക്കെ ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇതുപോലെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു വലിയ ബോളാക്കി എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവുക. വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ഈ എടുത്ത ബോളൊന്ന് ഉള്ളിലേക്ക് ആക്കി ഉരുട്ടിയെടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരു ബോൾ റെഡിയായി. നമുക്ക് വീണ്ടും ആദ്യമേ ചെയ്തതുപോലെ തന്നെ ഈ ബോൾ ഉള്ളിലേക്ക് ആക്കിയെടുക്കുക. ഓരോ ബോൾസ് എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പൊറോട്ടയുടെ ബോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അത് ഇതുപോലെ എടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ആക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയ്യിലൊന്ന് എണ്ണ തടവി കൊടുക്കണം, ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത ബോളും റെഡിയായി. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ പൊറോട്ടയുടെ മാവ് 6 ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വീണ്ടും ഒരു 15 മിനിറ്റ് ഈ നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് തന്നെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ബോൾസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കുറച്ച് എണ്ണ തടവാം. ഇതിലേക്ക് നമ്മൾ ഈ ബോൾ എടുത്ത് വെച്ചിട്ട് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ഈ ചപ്പാത്തി കോലിലും കൂടെ കുറച്ച് എണ്ണ തടവുക, അല്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ്. മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് വീശി അടിച്ച് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അതുപോലെ തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇത് നമ്മൾ ചപ്പാത്തി കല്ലിൽ വെച്ച് പരത്തുന്നതിനേക്കാൾ എളുപ്പം ഇതുപോലെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് പരത്തിയെടുക്കുന്നതാണ്.
നമ്മളിപ്പോൾ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് എണ്ണ മതി. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദപ്പൊടി ഉണ്ടല്ലോ, കുറച്ചൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലെയേഴ്സ് കറക്റ്റായിട്ട് തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഈ മൈദപ്പൊടിയും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു 1/4 ഭാഗം വരെ, ഞാനിപ്പോൾ ഈ ഒരു വിരൽ വെച്ചിരിക്കുന്നില്ലേ, ഇത്രയും വരെ കട്ട് ചെയ്യുള്ളൂ, ഫുള്ളായിട്ട് കട്ട് ചെയ്യില്ല. ഇനി നമുക്കിത് ഇതുപോലെ തന്നെ പൊക്കിയെടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പൊറോട്ട കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ പൊക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് റോൾ ചെയ്യാം. കയ്യിൽ പിടിച്ചിട്ട് ചുറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് ചുറ്റിയെടുക്കുക. ഇല്ലെങ്കിൽ നമുക്കിത് കൗണ്ടർ ടോപ്പിൽ തന്നെ ഇട്ടിട്ട് ചുറ്റിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വിരലിലാണ് ചുറ്റിയെടുത്തിട്ടുള്ളത്. കണ്ടോ, 2 വിരൽ നടുക്ക് വെച്ചിട്ടാണ് ചുറ്റിയെടുത്തത്. ഈ എൻഡ് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തേക്ക് ആക്കി കൊടുക്കുക. കണ്ടോ, നമ്മുടെ പൊറോട്ടയുടെ ഒരു റോള് റെഡിയായി. ഞാനിതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് വെക്കാൻ പോവാണ്. പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വെക്കണം കേട്ടോ, എന്നാലേ ഇത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഒരു പ്രാവശ്യം കൂടി പരത്തി കാണിച്ചു തരാം. അപ്പോൾ ഈ മാവിൻ്റെ മുകളിൽ മാത്രം ജസ്റ്റ് ഒന്ന് എണ്ണ തടവുക. അതിനുശേഷം നമ്മൾ ആദ്യമേ പരത്തിയതുപോലെ തന്നെ പരത്തിയെടുക്കുക. ഇനി നമ്മൾ ആദ്യമേ ചെയ്തതുപോലെ തന്നെ എണ്ണ തടവി കൊടുക്കുക. അപ്പോൾ ഞാൻ മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇതുപോലെ പൊക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ലെയേഴ്സ് കിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ പൊക്കിയെടുക്കുന്നതിലാണ് നമ്മുടെ പൊറോട്ടയുടെ ഒരു കാര്യം ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ചുറ്റാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം പരത്തി ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പൊറോട്ടയൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പരത്താം. നമ്മളിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് പരത്താൻ പോകുന്നത്. എണ്ണ അധികം ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പൊറോട്ട എടുത്തതിന് ശേഷം നമ്മുടെ കൈയുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ഉപയോഗിച്ചിട്ട് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് വലിപ്പത്തിലുള്ള പൊറോട്ട വേണോ ആ വലിപ്പത്തിൽ നമ്മളിത് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ പൊറോട്ട പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പരത്താം. അപ്പോൾ ഈ പരത്തിയത് നമുക്ക് ആദ്യം ചുട്ടെടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരത്തിയത് നമ്മൾ വീണ്ടും ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ഇങ്ങനെ ചുരുങ്ങി വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് നീക്കി വെച്ചു, അതിനുശേഷം എടുത്ത് പാനിലേക്ക് ഇട്ട് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ലെയേഴ്സൊക്കെ മിസ്സാവും. ഇത് ഒരെണ്ണം നമുക്ക് ചുട്ടെടുത്തതിന് ശേഷം അടുത്തത് പരത്താം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പാൻ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഒരു സൈഡ് കുക്കായി വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എണ്ണ ഒന്ന് മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് തിരിച്ചിടാം. 2 സൈഡും ഒരുപോലെ കുക്കായി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വീണ്ടും ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഒരാൾ പരത്തിയെടുക്കുമ്പോൾ അടുത്ത ആൾക്ക് ചുട്ടെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ സമയം കുറച്ചെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ ഒരു സൈഡ് കുക്കായി, അടുത്ത സൈഡും കൂടി കുക്കായി കഴിയുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ 2 സൈഡും കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് പരത്തിയിട്ട് വേണമല്ലോ. അപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അടുത്തത് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എണ്ണ സ്പ്രെഡ് ചെയ്യാൻ മറന്നുപോയി. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് ഇനിയിപ്പോൾ എണ്ണ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, എണ്ണ ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഉടനെ തന്നെ എണ്ണ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പൊറോട്ട ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പൊറോട്ട തിരിച്ചിട്ടിട്ട് ഈ സൈഡിലും എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് 2 സൈഡും
കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട എല്ലാം നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല, നമുക്ക് ഇങ്ങോട്ട് തന്നെ വയ്ക്കാം. ഞാനിപ്പോൾ 4 പൊറോട്ടയാണ് ഒരുമിച്ച് എടുത്തിട്ട് സൈഡിൽ നിന്നൊന്ന് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മളിങ്ങനെ തിരിച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ലെയേഴ്സ് വിടർന്ന് വരും. അപ്പോൾ നമ്മളിതുപോലെ അടിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഈ ലെയേഴ്സൊക്കെ വിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം 4 പൊറോട്ടയാണല്ലോ വെച്ചത്. പിന്നെ ഇത് കുറച്ച് സമയം ഒന്നിങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 2 പൊറോട്ടയും കൂടി ഇതിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് ഒരുമിച്ച് വെച്ച് അടിച്ചെടുത്തു. അപ്പോൾ ഇതുണ്ടോ, ഇതുപോലെ ലെയേഴ്സ് തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത്തിരി ശ്രദ്ധിച്ചെടുക്കുക, ഇല്ലെങ്കിൽ അടുത്ത പൊറോട്ടയുടെ ലെയറും കൂടി നമ്മുടെ ഈ പൊറോട്ടയിലേക്ക് പോരും. അപ്പോൾ ഇതുപോലെ ലെയേഴ്സായിട്ട് പൊറോട്ട വിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ലെയേഴ്സൊക്കെ കാണുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെയാണ് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ദേശീയ ഭക്ഷണമായ പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അടിച്ചെടുക്കുക എന്നുള്ളത് കുറച്ചധികം സമയം എടുത്ത് നന്നായിട്ട് ബലം കൊടുത്ത് അടിച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലെയേഴ്സ് ഇട്ട് വരില്ല. നമുക്കിത് സെർവ് ചെയ്യാം.